Friends, welcome to the channel. Welcome to Good Happens Here channel. My name is Ajay. We will unbox TWS True Wireless Stereo headphone. OPPO TWS model name OPPO ENCO W31 3500 range best OPPO OnePlus almost range 2000 999 OnePlus പക്ഷേ അതിനെക്കാട്ട് വെച്ച് കമ്പയർ ചെയ്യുമ്പോൾ ഇതിൻ്റെ സൗണ്ട് നല്ല കേട്ടിരിക്കുന്നത്. അപ്പോൾ നമുക്ക് ഇതിൻ്റെ അൺബോക്സിങ്ങും ഒരു ജസ്റ്റ് ഒന്ന് ഓവർവ്യൂ നോക്കി വെക്കാം. അപ്പോൾ അതിന് മുമ്പ് ചാനൽ പുതിയ ഒന്നൊരു സബ്സ്ക്രൈബ് ചെയ്യാൻ അതുപോലെ ബെല്ലൈക്കൺ പ്രസ് ചെയ്ത് നോട്ടിഫിക്കേഷൻ ആക്കാൻ മറക്കണ്ട. അപ്പോൾ നമ്മൾ ഡയറക്റ്റ് എൻ്റെ അൺബോക്സിങ് പോകാം. അപ്പോൾ നമുക്കിതിൻ്റെ ബോക്സ് ഒന്ന് പരിചയപ്പെടാം. അപ്പോൾ അതാണ് അതിൻ്റെ ഫ്രണ്ട് സൈഡ് കാണുന്നത്. അപ്പോൾ ഇതിൽ നമുക്കിവിടെ കാണാം OPPO ENCO W31 എഴുതിയിട്ടുണ്ട്, അതുപോലെ ട്രൂ വയർലെസ് ഹെഡ്ഫോൺ എഴുതിയിട്ടുണ്ട്. പിന്നെ നമുക്കിപ്പോൾ ഇവിടെ അതിൻ്റെ പടം കൊടുത്തിട്ടുണ്ട്, ഇത് ബ്ലാക്ക് കളറാണ് കേട്ടോ. പിന്നെ ബാക്ക് സൈഡിൽ നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് കുറേ സംഭവങ്ങൾ എഴുതിയിട്ടുണ്ട്. അപ്പോൾ ഇതിൽ നമുക്ക് നമ്മുടെ സ്പെഷ്യലായിട്ടുള്ള കുറച്ച് ഫീച്ചേഴ്സ് എന്ന് പറഞ്ഞാൽ ബൈനോറൽ സൈമൾട്ടേനിയസ് ബ്ലൂടൂത്ത് ട്രാൻസ്മിഷനാണ്. എന്ന് വെച്ചാൽ രണ്ടെണ്ണം നമുക്ക് സെപ്പറേറ്റ് ആയിട്ട് ഉപയോഗിക്കാൻ പറ്റും. പിന്നെ ബാസ് മോഡ് ഉണ്ട്, അതുപോലെ ഡ്യുവൽ മൈക്രോഫോണാണുള്ളത്, അതുകൊണ്ട് നമുക്ക് കോളിലൊക്കെ നല്ല ഹെൽപ്ഫുൾ ആയിരിക്കും. പിന്നെ വിയറിംഗ് ഡിറ്റക്ഷൻ ഉണ്ട്, അതായത് നമുക്കിപ്പോൾ പാട്ട് കേട്ടുകൊണ്ടിരിക്കുന്നുണ്ടെങ്കിൽ നമ്മളിപ്പോൾ ഒരു ഇയർഫോൺ ഊരി കഴിഞ്ഞാൽ പാട്ട് പോസ് ആവും ഓട്ടോമാറ്റിക്. അതുപോലെ ടച്ച് കൺട്രോൾ ഉണ്ട്, അതെന്ന് വെച്ചാൽ 3 ടച്ച് കൺട്രോൾ ഉണ്ട് ടൈപ്പ്, ഞാൻ പിന്നെ പറയാം. പിന്നെ IP54 ആയിട്ടാണ് കേട്ടോ, എന്ന് വെച്ചാൽ ഫുള്ളി വാട്ടർ പ്രൂഫാണ്. മറ്റേ നമ്മുടെ നോർമൽ ബാക്കിയെല്ലാം വരുന്നതും IPX4 എന്ന് പറഞ്ഞിട്ടാണ്. അതെന്ന് വെച്ചാൽ അത് നോർമലി ഒരു ചെറിയ വാട്ടർ റെസിസ്റ്റൻസ് മാത്രമേ ഉള്ളൂ, ഇത് വാട്ടർ പ്രൂഫാണ്. പിന്നെ അതിൽ നിങ്ങൾക്ക് അതിൻ്റെ കൂടുതൽ സ്പെക്സ് അതുപോലെ മോഡൽ നമ്പറൊക്കെ പറയുന്നത് വെച്ചാൽ ET113 ആണ് അതിൻ്റെ മോഡൽ നമ്പർ. 7mm ഡൈനാമിക് ഡ്രൈവറാണുള്ളത്. 7mm ആയതുകൊണ്ട് ഇതിൻ്റെ സൗണ്ട് ക്വാളിറ്റിയിലും കുറവൊന്നുമില്ല കേട്ടോ, അത് നമുക്ക് ഡീറ്റെയിൽ ആയിട്ട് പറയാം. ശരിക്കും പിന്നെ കൂടുതൽ പറഞ്ഞതിനായിട്ടൊക്കെ സൗണ്ട് ക്വാളിറ്റി ഉള്ളത് ഈ മോഡൽ തന്നെയാണ് നമ്മുടെ ഈ റേഞ്ചിലുള്ളത്. പിന്നെ മ്യൂസിക് പ്ലേ ബാക്ക് 3.0 ഹവറും അതുപോലെ കേസിലിട്ട് കഴിഞ്ഞാൽ 15 ഹവറാണ് പറയുന്നത്. അത് നമുക്ക് ഒന്ന് ടെസ്റ്റ് ചെയ്ത് നോക്കണം, റിവ്യൂ നോക്കണം. MRP കൊടുത്തിരിക്കുന്നത് 5999 ആണ്. പക്ഷേ നമുക്ക് ആമസോണിൽ ഞാൻ വാങ്ങിയത് ഇത് 2999 ആയിരുന്നു, അത് ഓഫറായിരുന്നു. ഇപ്പോൾ നോർമലി നമ്മുടെ 3500 റേഞ്ചിലേക്ക് തന്നെ പോയിട്ടുണ്ട്. എന്തായാലും ബോക്സ് ഓപ്പൺ ചെയ്യാറായിട്ടുണ്ട്. അപ്പോൾ ഞാൻ ബോക്സ് എല്ലാ സൈഡും പറഞ്ഞു വിചാരിക്കുന്നു. ഈ സൈഡിൽ സ്റ്റിക്കർ അത് പറയാൻ പറഞ്ഞു, അതിൽ മെയ്ഡ് ഇൻ ചൈന എന്നാണ് ഇരിക്കുന്നത്. പക്ഷേ ഒരു സൈഡിലൊക്കെ മെയ്ഡ് ഇൻ ഇന്ത്യ എന്നാണ് കൊടുത്തിരിക്കുന്നത്, എന്തുകൊണ്ടാണെന്ന് എനിക്കറിയില്ല. പിന്നെ ഇതിൽ ചാർജിങ് ഡീറ്റെയിൽസ് ഞാൻ പറയാനുള്ളത് ഇൻപുട്ട് വാട്ട് എന്ന് പറയുന്നത് 5 watt 1 ampere ആണ് കേട്ടോ. അപ്പോൾ മാക്സിമം നമ്മൾ ഈ ഫാസ്റ്റ് ചാർജിങ് കൊണ്ടൊന്നും ചെയ്യാണ്ടിരിക്കുകയായിരിക്കും നല്ലതെന്ന് വെച്ചാൽ എനിക്ക് ഇങ്ങനെ ചെയ്തിട്ട് എൻ്റെ സോണിയുടെ ഒരു ഇതുപോലത്തെ ഒരു സംഭവം കേടായിട്ടുണ്ട്, പിന്നെ ചാർജ് കയറാണ്ടായി. അങ്ങനെ ഞാൻ കുറേ കേൾക്കുന്നു കംപ്ലയിൻറ്റ്. പക്ഷേ നോർമലി എല്ലാവരും അങ്ങനെ കുഴപ്പമില്ല എന്നാണ് പറയുന്നത്, പക്ഷേ അങ്ങനെ കംപ്ലയിൻറ്റ് വരുന്നുണ്ട്. അതുകൊണ്ട് മാക്സിമം നിങ്ങൾ സാധാ ചാർജർ ഉപയോഗിച്ച് നോക്കുക. അപ്പോൾ നമുക്ക് എന്തായാലും ഓപ്പൺ ചെയ്യാം. സീൽ ഞാൻ ഓൾറെഡി പൊട്ടിച്ചിട്ടുണ്ട്. പിന്നെ വേറെ എക്സ്ട്രാ സീലൊന്നുമില്ല, പ്ലാസ്റ്റിക് കോട്ടിങ് മാത്രത്തെ സീൽ മാത്രമേ ഉള്ളൂ. എന്തായാലും തുറക്കാൻ കിട്ടിയിട്ടുണ്ട്. അപ്പോൾ ഫസ്റ്റ് കാണുന്നത് നമ്മുടെ ഇതിൻ്റെ ഉള്ളിൽ എന്താ നല്ലൊരു കുഷൻ കൊടുത്തിട്ടുണ്ട് സ്പോഞ്ച് കൊണ്ട് കംപ്ലയിൻറ്റ് വരാണ്ടിരിക്കാൻ. എന്ന് വെച്ചാൽ നമ്മുടെ മെയിൻ നമ്മുടെ ബ്ലാക്ക് കളറായിട്ടുള്ള കേസ്, ഇയർഫോണിൻ്റെ കേസ് കൊടുത്തിട്ടുണ്ട്, മാറ്റി വയ്ക്കാം നമുക്ക്. പിന്നെ അതിൻ്റെ കൂടെ OPPO ENCO W31 ട്രൂ വയർലെസ് ഹെഡ്ഫോണുമായിട്ട് ഒരു ക്വിക്ക് സ്റ്റാർട്ട് ഗൈഡ് കൊടുത്തിട്ടുണ്ട്, നമുക്ക് കാണാൻ വിചാരിക്കുന്നു. അപ്പോൾ നമുക്ക് ഇതിൻ്റെ ആവശ്യമില്ല, നോർമലി ആരും ക്വിക്ക് സ്റ്റാർട്ട് ഗൈഡൊന്നും വായിക്കാറില്ല. പിന്നെ അതിൻ്റെ വാറണ്ടി കാർഡാണ് കേട്ടോ, ഫുൾ ഡീറ്റെയിൽസ് ആയിട്ടുള്ള ഒരു വാറണ്ടി കാർഡാണ്, അത്ര തന്നെ ഉള്ളൂ. പിന്നെ നമുക്ക് നോക്കാനുള്ളത് 2 കേബിളായിരിക്കും. ഇതാണ് കേബിള്, ചെറിയ കേബിളാണ്, Type-C ആണ്, അങ്ങനെയുള്ളത് മാത്രമേ ഉള്ളൂ. പക്ഷേ ഭയങ്കര ലെങ്ത്ത് കുറവത്രേ ഉള്ളൂ കേട്ടോ. അപ്പോൾ ഞാൻ എന്തായാലും ചാർജ് ചെയ്യാൻ പോകുന്നത് നമ്മുടെ പവർ ബാങ്ക് വെച്ചിട്ടാണ്, നോർമൽ പവർ ബാങ്ക് വെച്ചിട്ടാണ് ചാർജ് ചെയ്യുന്നത്. ഈ സൈഡിൽ കുറച്ച് എക്സ്ട്രാ ടിപ്സ് വെച്ചിട്ടുണ്ട്. അപ്പോൾ നോർമലി എനിക്കത് ആവശ്യം വരാറില്ല, ഇനി വെച്ച് നോക്കിയാലേ അറിയുള്ളൂ. ഇപ്പോൾ നമുക്ക് ബോക്സ് കാലി ആയിട്ടുണ്ട്. നമുക്ക് മെയിൻ നമ്മുടെ ഇതിലേക്ക് പോകാം. ഇതൊന്നും എടുക്കാൻ നല്ല ടൈറ്റ് ഫിറ്റാണ് കേട്ടോ, നല്ലൊരു ഇപ്പോൾ തൊട്ടപ്പോൾ തന്നെ ഭയങ്കര ഒരു ബിൽഡ് ക്വാളിറ്റി ഫീൽ ചെയ്യുന്നുണ്ട്. അത്യാവശ്യം ഹെഫ്റ്റ് ഉണ്ട്, എന്ന് വെച്ചാൽ ഭയങ്കര ഹെഫ്റ്റ് ഇല്ല, പക്ഷെ നല്ലൊരു ബിൽഡ് ക്വാളിറ്റിയുടെ ഒരു ഹെഫ്റ്റ് നമുക്ക് തോന്നില്ല. നമുക്കിപ്പോൾ കാറിൻ്റെയൊക്കെ നോക്കുമ്പോൾ നമ്മൾ തൊട്ടപ്പോൾ തന്നെ നമുക്ക് കയറുമ്പോഴൊക്കെ അറിയില്ല ഒരു ബിൽഡ് ക്വാളിറ്റി. ആ ബിൽഡ് ക്വാളിറ്റി നമുക്കിതിൽ എനിക്ക് തൊടുമ്പോൾ തന്നെ ഫീൽ ചെയ്യുന്നുണ്ട് കേട്ടോ. നല്ല ഒരു മാറ്റ് ഫിനിഷാണ് കൊടുത്തിരിക്കുന്നത്. വൈറ്റ് ഞാൻ എടുത്തിട്ടില്ല, എന്ന് വെച്ചാൽ വൈറ്റ് ഭയങ്കര പെട്ടെന്ന് കളറൊക്കെ പോയി ആകെ ഇതാവും, അതുകൊണ്ട് ഞാൻ വൈറ്റ് എടുത്തില്ല. നമുക്ക് ഈ സ്റ്റിക്കറൊന്നും അവർ അടിച്ചിട്ടുണ്ട് തുറക്കാനുള്ളത്, അത് എടുത്ത് കളയാം, മാറ്റി വയ്ക്കാം. ബാക്ക് സൈഡിൽ ഒന്ന് റിട്ടേൺ അല്ല, അതിവിടെ അതിനൊരു പോർട്ടുണ്ട്, Type-C പോർട്ടുണ്ട്, OPPO ബ്രാൻഡിങ് ഉണ്ട്. പിന്നെ വേറെ കാര്യമായിട്ടൊന്നും കാണാനില്ല, റിട്ടേൺസും ഒന്നും ഡീറ്റെയിൽസും ഒന്നും ഇല്ല കേട്ടോ, ബ്രാൻഡിങ് മാത്രമേ തന്നെ ഉള്ളൂ.
എന്തായാലും തുറന്ന് നോക്കാം. ഒരു ചെറിയ ലൈറ്റ് കത്തുന്നുണ്ട്, ഗ്രീൻ. അത് ഇപ്പോൾ വൈറ്റ് ആയിട്ടുണ്ട്. പിന്നെ ഇവിടെയൊക്കെ നല്ലൊരു ഗ്ലോസി ഫിനിഷ് ഉണ്ട്, അതുപോലെ ഇവിടെയും നല്ല ഗ്ലോസി ഫിനിഷ് ഉണ്ട്. ഇവിടെ നല്ല ഗ്ലോസി ഫിനിഷ് ഉണ്ട്. ബിൽഡ് ക്വാളിറ്റി സൂപ്പറാണ് കേട്ടോ. നമ്മൾ കുറച്ചൊക്കെ പേരൊക്കെ നമ്മുടെ റിവ്യൂവിൽ പറയേണ്ടായിരുന്നു ബിൽഡ് ക്വാളിറ്റി ഭയങ്കര കമ്പയർ ചെയ്യുമ്പോൾ പൊട്ടയാന്നൊക്കെ പറയണ്ടായിരുന്നു. പക്ഷേ ഇത് നല്ല ബിൽഡ് ക്വാളിറ്റി തന്നെയാണ്. ഇപ്പോൾ ഡയറക്റ്റ് നമുക്ക് ഫീൽ ചെയ്യുമ്പോൾ തന്നെ അറിയുന്നുണ്ട്. പിന്നെ ഇതാ മാഗ്നറ്റിക് ആണ്, പോരൊന്നുമില്ല. ഇപ്പോൾ നമുക്ക് എന്തായാലും ചാർജ് ചെയ്യേണ്ടി വരും. ഇതും നല്ലൊരു ബിൽഡ് ക്വാളിറ്റി ഉണ്ട് കേട്ടോ. എടുക്കുമ്പോൾ തന്നെ ഒരു നല്ലൊരു പ്രീമിയം ഫീൽ തോന്നുന്നുണ്ട്. പിന്നെ ഇവിടെ സ്റ്റിക്കർ വെച്ചിട്ടുണ്ട് ചാർജ് ആവാണ്ടിരിക്കാനുള്ളത്. ശരിക്കും ഇതൊക്കെ അയച്ച് കളയണം. ഇതൊക്കെ ഞാൻ എന്തായാലും വെച്ചിട്ട് കാണിച്ചു തരാം. അപ്പം നമുക്ക് എന്തായാലും ആദ്യം ഞാൻ ഫീലൊന്ന് നോക്കാം. രണ്ടിൻ്റെയും ലൈറ്റ് വെയിറ്റ് ആണ്, പക്ഷെ ഒരു ബിൽഡ് ക്വാളിറ്റി നമുക്കൊരു ഹെഫ്റ്റ് വരില്ല. അതിൻ്റെ ഹെഫ്റ്റാണ് ഞാൻ പറഞ്ഞത്, അല്ലാണ്ട് വെയിറ്റിൻ്റെ കാര്യമല്ല ഞാൻ പറഞ്ഞത്. നല്ലൊരു ബിൽഡ് ക്വാളിറ്റി തോന്നുന്നുണ്ട് ശരിക്കും എടുക്കുമ്പോൾ തന്നെ. ഇത് നല്ലൊരു ഗ്ലോസി ഫിനിഷാണ്. ഇവിടെ റബ്ബറിഷാണ്, ഇത് സിലിക്കോണാണ്. അതുകൊണ്ട് ഗ്രിപ്പ് കിട്ടും. അങ്ങനൊരു പ്രത്യേകത ഉണ്ട് ഇതിന്. നമ്മുടെ നോർമലി നമ്മൾ റിയൽമിയുടെ ഒക്കെ അതിനെ കുഴപ്പമാണ്, അങ്ങനെ ടൈറ്റ് ഫിറ്റ് ആയിട്ടിരിക്കില്ല. അതുകൊണ്ട് ബാസ് മോഡൊന്നും വരില്ല, സൗണ്ട് ക്വാളിറ്റി വരില്ല. പിന്നെ അത് കോപ്പി ഡിസൈനാണ്. നമുക്ക് ഇപ്പോൾ ഇതുവേ കോപ്പി സാധനങ്ങളോട് എനിക്ക് വലിയ താല്പര്യമില്ല. പ്രത്യേകിച്ച് ഇവർക്ക് ഈ ആപ്പിളിൻ്റെ കോപ്പി അടിക്കൽ കുറച്ച് കൂടുതലാണ്. ഇതും കുറച്ച് ഈ സൈഡ് കുറച്ച് നമ്മുടെ ആപ്പിൾ പ്രോ ആയിട്ട് ഒരു ഇതുണ്ട്. എന്നാലും ഒരു കുറച്ച് വെറൈറ്റി ഡിസൈനാണ്. അതുപോലെ ഈ കേസും കുറച്ച് വെറൈറ്റിയാണ്, പെബിൾ ഡിസൈനാണ്. അപ്പോൾ അതുകൊണ്ട് പിന്നെ ഒരു സ്വിച്ച് ഉണ്ട്, ഇത് പെയറിംഗ് മോഡ് സ്വിച്ചാണ്. അപ്പോൾ ഞാൻ ഉപയോഗിക്കുന്നത് OPPO ഫോണാണ്, റെനോണാണ്. അപ്പോൾ ക്വിക്ക് പെയറിംഗ് മോഡ് ഉണ്ടെന്നാണ് പറഞ്ഞിരിക്കുന്നത് അവർ. അപ്പോൾ അതൊക്കെ നമുക്കൊന്ന് നോക്കാം. അപ്പോൾ നമുക്കിനി അടുത്തേക്ക് പോവാം. അപ്പോൾ നമുക്കൊന്ന് വെച്ച് നോക്കാം. അപ്പോൾ സംഭവം ഇങ്ങനെ നമുക്ക് അകലെ നോക്കുമ്പോൾ ഇതാണ് വ്യൂ കേട്ടോ. നല്ലൊരു ചെറിയൊരു വ്യൂ ആണ്. ഞാനത് രണ്ടും എടുത്തിട്ടുണ്ട്. നമുക്കത് വെക്കുമ്പോൾ തന്നെ അതിലൊരു നമ്മുടെ കാതിൽ വെച്ചുള്ള അതിൻ്റെ ഒരു സെൻസർ ഉണ്ടല്ലോ. ഇവിടെ സെൻസർ ഉണ്ട്, നമുക്കിവിടെ കാണാം. ഇവിടെ ഒരു സെൻസർ ഉണ്ട്. നമുക്കിപ്പോൾ ഇവിടെ വെച്ചിട്ടുണ്ടോ ഇയറിലാണോ വെച്ചിരിക്കുന്നതെന്ന് അറിയാനുള്ള ഒരു സെൻസർ ഉണ്ട് തന്നെ. അത് വെക്കുമ്പോൾ തന്നെ ഒരു ടീറ്റ് സൗണ്ട് വരും. അത് നമ്മൾ വെച്ചു എന്ന് അറിയാൻ വേണ്ടിയിട്ടുള്ള ടീറ്റ് സൗണ്ട് വരും. അപ്പോൾ നമുക്ക് പാട്ടൊന്ന് കേട്ടോക്കാം. ഞാൻ ഓൾറെഡി മ്യൂസിക് ഓൺ ആക്കിയിട്ടുണ്ട്. അപ്പോൾ നല്ല എഫക്റ്റ് ഉണ്ട്. എനിക്ക് നല്ല ഇഷ്ടപ്പെട്ടു. നമ്മുടെ ബാസ് മോഡും കൊള്ളാം. അപ്പോൾ വെച്ചാൽ ഇത് നമ്മുടെ ലെഫ്റ്റ് ആണല്ലോ, ഇതിൽ ലെഫ്റ്റ് നമുക്ക് ഡബിൾ ടാപ്പ് ചെയ്താൽ നമുക്ക് ബാസ് മോഡ് മാറ്റാം. ശരിക്കും നമുക്കിത് ഞാൻ കൂടെ കാണിച്ചാൽ ഇവിടെയാണ് നമ്മൾ ടച്ച് ചെയ്യേണ്ടത്. ഈ സ്റ്റിക്കുമല്ല, ഇതിൻ്റെ മുകളിലായിട്ടുള്ള ഭാഗത്താണ് ടച്ച് ചെയ്യേണ്ടത്. ഡബിൾ ടാപ്പ് ചെയ്താൽ മതി. അതുപോലെ ഇതിലാണെങ്കിലും നമുക്ക് ആ ഭാഗത്ത് തന്നെ ഡബിൾ ടാപ്പ് ചെയ്ത് കഴിഞ്ഞാൽ നമ്മുടെ നെക്സ്റ്റ് ഇതിലേക്ക് പോകും, ട്രാക്കിലേക്ക് പോകട്ടെ. അപ്പോൾ എനിക്ക് ഇത് ഇപ്പോൾ നമുക്ക് വന്ന ബോക്സിൽ വന്ന അതേ ടിപ്പ് തന്നെ ചെയ്തിരിക്കുന്നത്. പക്ഷേ എനിക്കിത് കറക്റ്റ് ഫിറ്റ് ആയിരുന്നു. ആടുമ്പോഴൊന്നും ഒരു കുഴപ്പമില്ല. കഴുത്ത് കുറച്ച് വേണ്ടത്, കാരണം അധികം കിട്ടാൻ പറ്റില്ല. ഇതാ വീഴൊന്നുമില്ല, നല്ല ടൈറ്റാണ്. ഫിറ്റ് എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു. നല്ല കംഫർട്ടബിളാണ്. എല്ലാവർക്കും കംഫർട്ടബിൾ ആണെന്ന് അറിയില്ല. എന്ന് വെച്ചാൽ അതിൻ്റെ കുറച്ച് ഷേപ്പ് ഇങ്ങനെയാണ്, നിങ്ങൾക്ക് കാണുന്ന പോലെ കുറച്ചിങ്ങനെ വീതിയിലുള്ള ഈ ഭാഗം കുറച്ച് നല്ല സൈസുള്ള ഷേപ്പാണ്. അതുകൊണ്ട് എല്ലാവർക്കും ചെറിയുള്ളവർക്ക് കുറച്ച് പ്രശ്നമാണെന്ന് തോന്നുന്നുണ്ട്. എന്ന് വെച്ചാൽ കുറച്ച് അൺകംഫർട്ടബിൾ വരാൻ സാധ്യതയുണ്ട്. പക്ഷേ നല്ല ടൈറ്റ് ഫിറ്റാണെന്ന് വെച്ചാൽ നമ്മുടെ ഈ പ്രത്യേകിച്ച് നമ്മൾ മ്യൂസിക് ഓൺ ആക്കിയിട്ട് നമ്മൾ പലരും വർത്തമാനം പറഞ്ഞാൽ തന്നെ അവർക്ക് നമുക്ക് അവരുടെ വോയിസ് കേൾക്കാൻ പറ്റില്ല. അത്രയ്ക്ക് നല്ല ഒരു ഫീലിംഗ് വരുന്നുണ്ട്. അതുകൊണ്ട് നല്ല എഫക്റ്റ് കിട്ടുന്നുണ്ട്. അതുപോലെ ബാസ് മോഡ് നല്ല എഫക്റ്റ് കിട്ടുന്നുണ്ട്. ഞാൻ എന്തായാലും മാറ്റി വയ്ക്കാം. കോൾ ക്വാളിറ്റി പറയുകയാണെങ്കിൽ ഒരു അത്യാവശ്യം ഒരു 10ൽ റേറ്റ് ചെയ്യുകയാണെങ്കിൽ നമുക്കൊരു 8 കൊടുക്കാം. എന്ന് വെച്ചാൽ ഭയങ്കര ലോ ആയിട്ട് പറഞ്ഞാൽ കേൾക്കത്തില്ല. അതിപ്പോൾ നമുക്കിതറിയാം ഇതിൻ്റെ ഒരു ലെങ്ത് ഡിഫറൻസ്. അതുപോലെ ഇപ്പോൾ ഇൻഡോറിലാണെങ്കിൽ നല്ല ക്ലാരിറ്റി കിട്ടുന്നുണ്ട്. പുറത്താണെങ്കിൽ നമ്മളിപ്പോൾ ഒരു നല്ലൊരു ബിസി ഏരിയയിലൊക്കെ ആണെങ്കിൽ കുറച്ച് വോയിസിൽ പറയേണ്ടി വരും. പക്ഷേ ഈ റേഞ്ചിൽ ബെസ്റ്റ് സാധനം തന്നെ പറയാം. എന്ന് വെച്ചാൽ OnePlus-നായിട്ടും നമ്മുടെ OnePlus Bud Z-നെക്കാട്ടും നല്ലൊരു എന്താ പറയുക, എല്ലാത്തിനും കൊണ്ട് മ്യൂസിക് ക്വാളിറ്റിയാണ് മെയിൻ പറയേണ്ടത്. എന്ന് വെച്ചാൽ നല്ല ക്വാളിറ്റി ഡിഫറൻസ് ഉണ്ട്. ശരിക്കും നമ്മുടെ ഈ വയേർഡായിട്ടുള്ള നല്ലൊരു ക്വാളിറ്റി സാധനത്തിൽ നിന്ന് കേൾക്കുന്ന ഒരു എഫക്റ്റ് കിട്ടുന്നുണ്ട്. അത് ഗ്യാരണ്ടിയാണ്. നിങ്ങൾക്ക് വാങ്ങിച്ച് നോക്കി ട്രൈ ചെയ്ത് നോക്കാം. എന്ന് വെച്ചാൽ അത്രയ്ക്ക് നല്ല ക്വാളിറ്റി വരുന്നുണ്ട്. അതുപോലെ ബാസ് മോഡായാലും ഈ റേഞ്ചിൽ ഏറ്റവും ബെസ്റ്റ് എന്ന് തന്നെ പറയാൻ പറ്റും. ഈ റേഞ്ചിലല്ല, ഒരു 5000 റേഞ്ചിൽ തന്നെ ബെസ്റ്റ് എന്ന് വേണമെങ്കിൽ പറയാം. അപ്പോൾ ഇവരുടെ തന്നെ നമ്മുടെ ഒരു അടുത്ത മോഡലുണ്ട് W51 എന്ന് പറയുന്നത്. അതിനായിട്ടും ഒരു ഓൾമോസ്റ്റ് ഈക്വൽ ക്വാളിറ്റിയാണ്. അതിൽ നമുക്ക് ശരിക്കൊരു നോയ്സ് ക്യാൻസലേഷൻ എഫക്റ്റ് ഉണ്ടെന്ന് മാത്രമേ ഉള്ളൂ, വേറെ വ്യത്യാസമൊന്നുമില്ല. ഡ്രൈവർ പക്ഷേ ഇത് 7mm ഡ്രൈവറാണ്, എന്നിട്ടും നല്ല ക്വാളിറ്റി വരുന്നുണ്ട്. OnePlus-ൻ്റെ ഒക്കെ 10mm ആണ്, എന്നിട്ടും ഇതിൻ്റെ അത്ര റേഞ്ച് വരുന്നില്ല. ഇപ്പോൾ ഈ റേഞ്ചിലുള്ള വേറെ നോക്കിയാൽ തന്നെ ബോട്ടിൻ്റെ ആയാലും അങ്ങനത്തെ ആയാലും ഇതൊന്നും ഈ ക്വാളിറ്റി കിട്ടുന്നില്ല. അവർക്ക് ഗ്യാരണ്ടിയാണ്. അതുപോലെ നമ്മുടെ ടച്ച് റെസ്പോൺസും ഒരു 10ൽ ഒരു 9 പ്രാവശ്യം വർക്ക് ചെയ്യുന്നുണ്ട്. ഇടയ്ക്ക് ഒരു മിസ് വരുന്നുണ്ട്.
അതിപ്പോൾ ഇനി ഇതിൽ ഫേംവെയർ അപ്ഡേറ്റ് ഒക്കെ ഉണ്ട്. ഇതിൽ നേരത്തെ കാണിച്ച പോലെ ഫേംവെയർ അപ്ഡേറ്റ് ചിലപ്പോൾ വന്നു കഴിഞ്ഞാൽ ചിലപ്പോൾ കുറച്ചുകൂടി ഫാസ്റ്റ് ആയിരിക്കും. ഇപ്പോൾ ടച്ച് വർക്കിങ് ഞാൻ പറഞ്ഞല്ലോ. പിന്നെ വേറെ നമുക്ക് കോൾ ക്വാളിറ്റി നല്ലത് തന്നെയാണ്. അതേപോലെ മ്യൂസിക് ക്വാളിറ്റി ബെസ്റ്റ് എന്ന് തന്നെ പറയാം. ശരിക്കൊരു വയേർഡ് നല്ലൊരു ക്വാളിറ്റി വയേർഡ് 10,000 റേഞ്ചിലുള്ള ഒരു ഇയർഫോണിൻ്റെ ഇഫക്റ്റ് കിട്ടുന്നുണ്ട്. അതുപോലെ ബാസ് ആയാലും മിഡ് റേഞ്ച് ആയാലും എല്ലാം നല്ല ക്ലിയർ ആയിട്ട് കിട്ടുന്നുണ്ട്. നമ്മുടെ ഇങ്ങനെ ചില എന്താ പറയുക, ചില മ്യൂസിക് ഡിമ്മായി പോകണമെന്നില്ല, നല്ല ക്വാളിറ്റിയിൽ തന്നെ എല്ലാ റേഞ്ചും കിട്ടുന്നുണ്ട്. പിന്നെ ബിൽഡ് ക്വാളിറ്റി ഞാൻ നേരത്തെ പറഞ്ഞുകൊണ്ട് നല്ലൊരു ഇത് പ്ലാസ്റ്റിക് തന്നെയാണ്. പക്ഷെ നമ്മൾ തൊടുമ്പോൾ പ്ലാസ്റ്റിക് ഫീൽ വരുന്നില്ല, ഒരു മെറ്റാലിക് ഫീലാണ് വരുന്നത്. ലൈറ്റ് വെയിറ്റ് ആണ്. അവരൊരു അടിച്ചിരിക്കുന്ന ഒരു ടെക്സ്ചർ നല്ല വ്യത്യാസമുണ്ട്, നിങ്ങൾക്ക് കാണാൻ പറ്റുന്നതായിരിക്കും. ബിൽഡ് ക്വാളിറ്റി നല്ലത് തന്നെയാണ്. അതുപോലെ ചാർജിങ് ഞാൻ നോക്കിയപ്പോൾ അത്യാവശ്യം ഇതിൽ തന്നെ നമുക്കൊരു 2.5 hour കിട്ടുന്നുണ്ട്. നമ്മുടെ ഇത് തന്നെ ചാർജിങ് കമ്പനി പറയുന്നത് 3 hour ആണ്. 3 hour കിട്ടുന്നില്ല, അതിനായിട്ട് കുറച്ച് കുറവ്. അപ്പോൾ ഇതിൽ അവർ പറയുന്നത് നമ്മുടെ കേസിൽ 15 hour കിട്ടുന്നുണ്ട്. അപ്പോൾ എന്തായാലും എനിക്ക് തോന്നുന്നു ഒരു 12 hour 13 hour എന്തായാലും കിട്ടും തോന്നുന്നുണ്ട്. അതുപോലെ ചാർജിങ്ങും ഞാൻ നോർമൽ നമ്മുടെ പവർ ബാങ്ക് വെച്ചാണ് ചാർജ് ചെയ്തത്. അപ്പോൾ ഇത് ഫുള്ളാവാൻ അത്യാവശ്യം ഒരു 3 hour ഒക്കെ എടുത്തിട്ടുണ്ട്. ഇത് ഓൾറെഡി എനിക്കിത് ഫുള്ളായിരുന്നു, ഒരു 75% ഞാൻ ഫുള്ളായിട്ടുണ്ടായിരുന്നു തോന്നുന്നുണ്ട്. അത് 50% ആണ്. അപ്പോൾ നമുക്കതിൽ ലൈറ്റിങ് അതിൻ്റെ ഒരു കോൺ എന്ന് പറയാനുള്ളത്, ഇതിൻ്റെ ഫ്രണ്ട് സൈഡിൽ നമുക്ക് ലൈറ്റ് ഒന്നുമില്ല. നമ്മൾ കുത്തുമ്പോൾ ചാർജ് ചെയ്യുമ്പോൾ അറിയില്ല, ഉള്ളിലാണ് ലൈറ്റ്. അങ്ങനെ ഒരു കുഴപ്പം മാത്രമേ ഉള്ളൂ. അതിൻ്റെ ഉള്ളിൽ നമുക്ക് 3 കളേഴ്സ് LED ഉണ്ട്. വൈറ്റ് ആണെങ്കിൽ നമുക്ക് മിഡിലായിട്ട് നമുക്ക് പെയറിംഗ് മോഡിലാണ്. അതുപോലെ യെല്ലോ ആണെങ്കിൽ നമ്മളൊരു മിഡിൽ റേഞ്ചിൽ, റെഡ് ആയി കഴിഞ്ഞാൽ നമുക്ക് ചാർജ് ചെയ്യണം, കഴിയാറായിരുന്നത്. അത് പിന്നെ ഫുൾ ചാർജ് ആയി ഗ്രീൻ ആവും. അപ്പോൾ എന്തായാലും എനിക്കിത് ഭയങ്കര ഇഷ്ടപ്പെട്ടു. ഞാൻ എന്തായാലും ഇത് എൻ്റെ ഇതായിട്ട് ഉപയോഗിക്കാൻ പോവാണ്. അപ്പോൾ എന്തായാലും ഞാൻ ലിങ്ക് താഴെ ഇടാം. എനിക്കിത് ഓഫർ പ്രൈസിൽ 2,999 കിട്ടി. ഇപ്പോൾ പക്ഷേ റേറ്റ് കൂടിയിട്ടുണ്ട്. എന്തായാലും ഞാൻ ആമസോണിൻ്റെ ഫ്ലിപ്കാർട്ടിൻ്റെയൊക്കെ അതുപോലെ ഓപ്പോൻ്റെ തന്നെ ഡയറക്റ്റ് ലിങ്ക് ഇടാം. അപ്പോൾ നിങ്ങൾക്ക് ഡയറക്റ്റ് തപ്പേണ്ട ആവശ്യമൊന്നുമില്ല, ഡയറക്റ്റ് അവിടെ പോയിട്ട് ലിങ്ക് ക്ലിക്ക് ചെയ്താൽ മതി. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. അപ്പോൾ ബൈ ഫ്രണ്ട്സ്.